Hey guys, good morning. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഞാനിന്ന് രാജസ്ഥാൻ സൈഡിലാണ് പോകുന്നത്. ഇവിടുന്ന് പിന്നെ ഡൽഹി അതുപോലെ തന്നെ മേഘാലയ കവർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നും കൂടി മുംബൈ സ്റ്റേ ചെയ്യും. നാളെ ഞാൻ ചെക്ക് ചെയ്ത് രാജസ്ഥാൻ സൂറത്തിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഞാൻ അങ്ങോട്ട് പോയി എനിക്ക് ഇങ്ങോട്ടുള്ള ട്രെയിനാണ് എടുക്കേണ്ടത്. എനിക്ക് വാഷി സൈഡിലാണ് പോകേണ്ടത്. ഞാനിപ്പോൾ ട്രെയിനിൽ കയറി. ഇതാണ് ലഗേജ് കമ്പാർട്ട്മെന്റ്. നമുക്ക് വലിയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കയറിയാൽ നമുക്ക് കുറച്ചും കൂടി സൗകര്യം. ഇത് ഭയങ്കര ഡേഞ്ചർ ആട്ടോ. ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിലാണ് പോകേണ്ടത്. പക്ഷെ നല്ല പോലെ ക്രൗഡഡ് ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അടുത്ത ട്രെയിൻ എടുക്കാം. ഇത്ര ക്രൗഡഡ് ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒന്നാമത് രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിക്ക് പോകാൻ എല്ലാത്തിനും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്റെ മോനെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ? എന്റെ കാല് കുടുങ്ങിപ്പോയി. ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോ വളരെ ബുദ്ധിമുട്ടാട്ടോ. ഇവിടെയുള്ള ലോക്കൽ രാവിലെ ഈവനിങ്ങും ട്രാവൽ ചെയ്യല്. ഇവിടുന്ന് റൂമിലേക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. ഒരു അരമണിക്കൂർ നടത്തം. ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. എന്തിന് പേരുന്ന്? നാട്ടിലെവിടെയാ? Hey guys, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ നാസിക്കിലേക്ക് പോവാൻ നിൽക്കാണ്. ബാഗൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞു. റംദാൻ ഓൾറെഡി കോളേജിൽ പോയി. ഇന്നലെ രാത്രി ഞങ്ങൾ നല്ല രീതിയിൽ ചില്ലായിരുന്നു. റംദാന്റെ എല്ലാ ഫ്രണ്ട്സും വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പോവാല്ലേ? യെസ്. ഇത് ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റത്തില്ല. ബൈ ബൈ. ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഹൈവേയിൽ എത്തണം. ഇവിടുന്ന് ഞാൻ ഗോവാണ്ടി പോകും. ഗോവാണ്ടിയിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് ഹൈവേ സൈഡിലുള്ള ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. എനിക്ക് പോകേണ്ട ട്രെയിനായത് പക്ഷെ നല്ല പോലെ ക്രൗഡഡ് ആണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൽ കയറുന്നില്ല. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വില്ലേജ് ഈ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. എന്ത് രസമാണ് അല്ലേ? ഐ എം സോ ഹാപ്പി ടു ബാക്ക് ടു റോഡ്. മുംബൈ സിറ്റിയിൽ നിന്നൊക്കെ ലിഫ്റ്റ് കിട്ടാൻ വളരെ പാടാണ്. പക്ഷെ ഇതുപോലുള്ള സ്ഥലത്ത് നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് കിട്ടും. ഹൈവേയിലൂടെ നടക്കുകയാണ്. നമുക്ക് രാവിലെ ഞാൻ ചോദിച്ചു ഇവിടെ അടുത്തെവിടെയെങ്കിലും ഹോട്ടലുണ്ടോ? ഒരു 10 മിനിറ്റ് നടന്നാൽ കുറച്ചങ്ങോട്ടൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ऊपर बहुत ठंडी ठंडी हाँ अभी 4 बजे के बाद ठंडी वो चारों मालूम हो जाएगा कि ठंडी लगता है. 4 മണി കഴിഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പായിരിക്കും പറയുന്നത്. പക്ഷേ ഇപ്പം നല്ല വെയിലാട്ടോ. അപ്പോൾ ഈ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഞാനിപ്പോൾ ഹോട്ടലിലെത്തി. ഇനി ഇവിടെ എന്തെങ്കിലും കഴിക്കട്ടെ. നല്ല പോലെ വിശക്കുന്നുണ്ട്. ഞാനിവിടുന്ന് ദാൽ കിച്ചടി വാങ്ങി. ഞാനിത് ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. നല്ല ചൂടാ. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. ഇപ്പോൾ ഓൾറെഡി 4:15 നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ആകെ 1 മണിക്കൂറും കൂടി ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സമയത്തിന് വെച്ചാൽ എനിക്കൊരു ഓട്ടോയിൽ ലിഫ്റ്റ് കിട്ടി. അപ്പം നമുക്ക് കുനാൽ വഴിയാണ് ലിഫ്റ്റ് തന്നത്. രണ്ടാമത്തെ ഓട്ടോ ലിഫ്റ്റാണ് കേട്ടോ ഇത്. മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പോൾ ഈ ബയ്യയുടെ കൂടെയാണ് ലിഫ്റ്റ് അടിച്ചത്. ഏകദേശം ഒരു 12 കിലോമീറ്റർ ബയ്യ പോകുന്നു. ആ ബയ്യ തന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയി. ഇനി എന്തായാലും ഞാൻ എവിടെയെങ്കിലും സ്റ്റേ നോക്കുകയാണ്. കാരണം ഓൾറെഡി 5 മണിയായി. ഇനിയും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അങ്ങ് എത്തത്തില്ല. നാളെ രാവിലെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കും. ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുകയാണ്. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. അവിടുന്ന് ഒരു 2-3 പേര് ഹിച്ചേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി കിട്ടാൻ കുറച്ച് പാടാണ്. ഞാനെന്തായാലും കുറച്ചും കൂടി ദൂരം പോയിട്ട് എവിടെയെങ്കിലും ഒരു സ്റ്റേ കിട്ടുകയാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. ഇപ്പം വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗ്രാമത്തിലൊക്കെ പോയിട്ട് ടെൻ്റ് അടിച്ചാലോ. ഇവിടുന്ന് നാസിക്ക് ഇനിയും 45 കിലോമീറ്റർ പോകാനുണ്ട്. ഇവിടെ ഒരു HP പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ എന്തായാലും ചോദിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്ന് സ്റ്റേ അടിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതുപോലുള്ള വലിയ ബാഗായിട്ട് നടക്കുമ്പോൾ ഈ നായ്ക്കൾക്കൊക്കെ എന്തോ ആണ്. ഇന്നത്തെ സ്റ്റേ റെഡിയായി. ഞാൻ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കും, അല്ലെങ്കിൽ ഇവരിവിടെ തന്നെ താമസിക്കുന്ന ആളാണ്. തൽക്കാലം ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ചങ്ങായ ഒരു എലീനെ പിടിച്ചിട്ട് കണ്ട് ദൂരെ നിന്ന് എലീനെ പിടിച്ചിട്ട് എറിഞ്ഞ് കൊല്ലാണ്. നമ്മൾ രോമാഞ്ച സിനിമയെ കണ്ടിട്ടില്ല അതുപോലെ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ തന്നെ ആദ്യം വിചാരിച്ചു. പക്ഷെങ്കിൽ 30 ഭയങ്കര നിർബന്ധം. ഉള്ളിൽ തന്നെ ടെൻ്റ് അടിച്ചോ. നല്ല തണുപ്പാണ്, അതാണ് ഒരു വിഷയം. അപ്പോൾ നാളെ 5 മണിക്ക് 30 മണിക്ക് തുടങ്ങി. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടെൻ്റ് അടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നാളെ നമ്മൾ നാസിക്കിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. സീ യു ഗൈസ്. ബൈ ബൈ.